തൊഴിലാളികൾ ഖാദി കേന്ദ്രത്തിന് മുന്നിൽ ഉപവാസ സമരം നടത്തി. മിക്ക സ്റ്റുഡൻസും നല്ല ജോബ് ഓറിയന്റഡ് കോഴ്സിനെ പറ്റി ചോദിക്കാറുണ്ട്. ഐ ഓൾവേസ് സജസ്റ്റ് ആംപിയർ ബിക്കോസ് ഇറ്റ്സ് മൈ എക്സ്പീരിയൻസ്. ഇതുപോലുള്ള ബഹുനില കെട്ടിടങ്ങൾ കെട്ടിപ്പൊക്കാൻ എന്നെ പ്രാപ്തിയാക്കിയത് ആംപിയർ ITI. 100% ജോലി സാധ്യതയുള്ള സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് അപ്രൂവ്ഡ് കോഴ്സുകൾ. ആംപിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് പ്രൈവറ്റ് ITI, ന്യൂ ബസ് സ്റ്റാൻഡ്, പയ്യന്നൂർ. കുടിശ്ശികയായ മിനിമം കൂലിയും ഉൽപാദന ബോണസും വിതരണം ചെയ്യുക, ഖാദി വ്യവസായത്തെ സംരക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരള സ്റ്റേറ്റ് നാഷണൽ ഖാദി ലേബർ യൂണിയൻ INTUC-യുടെ നേതൃത്വത്തിൽ പയ്യന്നൂർ ഖാദി കേന്ദ്രം ഓഫീസിന് മുന്നിൽ ഏകദിന ഉപവാസ സമരം സംഘടിപ്പിച്ചു. KV കുഞ്ഞിരാമൻ അധ്യക്ഷത വഹിച്ച പരിപാടി INTUC കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് PG ദേവ് ഉദ്ഘാടനം ചെയ്തു. ഈ ഖാദി മേഖലയിലെ തൊഴിലാളികൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, ആ നിലയ്ക്ക് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഇതര വിഭാഗം തൊഴിലാളികളില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളെക്കുറിച്ച് പറയുമ്പോൾ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് പറയും, അതിൻ്റെ മഹാത്മജി ഉപയോഗിച്ച വസ്ത്രം അത് പവിത്രമാണ്, അതിനെക്കുറിച്ച് പറയും. പക്ഷേ അതിൻ്റെ പുറകിൽ വിയർപ്പൊഴുക്കുന്ന ഖാദി മേഖലയിലെ തൊഴിലാളികളെ കുറിച്ച് പറയുമെങ്കിലും അവരുടെ ആനുകൂല്യങ്ങൾ ചർച്ച ചെയ്യുന്ന അവസരത്തിൽ നമ്മൾ ഈ നേരത്തെ പറഞ്ഞതുപോലെ സമൂഹത്തിൽ ഏറ്റവും കുറവ് ആനുകൂല്യം വാങ്ങുന്ന, പീഡിപ്പിക്കപ്പെടുന്ന എന്ന് ഞാൻ പറയുന്നില്ല, അത് വേറെ അർത്ഥം വരും എന്നുള്ളതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കിടക്കുന്നില്ല. ഏതായാലും ഇത്രയും സാമ്പത്തികമായി കുറച്ച് വേതനം കിട്ടുന്ന ഒരു വിഭാഗം നമ്മുടെ സംസ്ഥാനത്തില്ല. ഈ ചെയർമാനും ഭരണസമിതിയും വന്നതിന് ശേഷം ഒരു മാറ്റമെന്ന് പറയുന്നത് പുതിയ കാറ് വാങ്ങി എന്നുള്ളതാണ്. അതിനപ്പുറം ഈ തൊഴിലാളികൾക്ക് ഒരു നേട്ടവും ഉണ്ടായില്ല എന്ന പരാതിയാണ് എനിക്ക് നിങ്ങൾക്കും ഉള്ളത്, ഒക്കെ ഉള്ളത്. ഓണം വരെ എല്ലാവരും അത്യാഹ്ലാദത്തോടെ ഓണത്തെ വരവേൽക്കുകയാണ്. പലപ്പോഴും ഓണത്തിന് തൊഴിലാളികൾ അവർക്ക് കിട്ടുന്ന ബോണസ് ഈ ഓണാഘോഷത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ആനുകൂല്യമാണ്. ഇവിടെ നമ്മൾ സമരം ചെയ്യുന്നത് ഗംഗാധരേട്ടൻ പറഞ്ഞതുപോലെ ബോണസിന് വേണ്ടി കൂടിയാണ്. എല്ലാ മേഖലയിലെയും തൊഴിലാളികളെ ദ്രോഹിക്കുന്ന നയപരിപാടികളുമായിട്ടാണ് പിണറായി സർക്കാർ നാട് ഭരിക്കുന്നതെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. DCC ഭാരവാഹികളായ AP നാരായണൻ, T ജനാർദ്ദനൻ, യൂണിയൻ നേതാക്കളായ N ഗംഗാധരൻ, PV സുകുമാരൻ, CK വിനോദ് കുമാർ, PV പ്രിയ, EN പത്മാവതി, KR ഗീതാകുമാരി, സൂര്യ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. മിക്ക സ്റ്റുഡൻസും നല്ല ജോബ് ഓറിയന്റഡ് കോഴ്സിനെ പറ്റി ചോദിക്കാറുണ്ട്. ഐ ഓൾവേസ് സജസ്റ്റ് ആംപിയർ ബിക്കോസ് ഇറ്റ്സ് മൈ എക്സ്പീരിയൻസ്. ഇതുപോലുള്ള ബഹുനില കെട്ടിടങ്ങൾ കെട്ടിപ്പൊക്കാൻ എന്നെ പ്രാപ്തിയാക്കിയത് ആംപിയർ ITI. ആംപിയറിലെ മികച്ച പ്രാക്ടിക്കൽ സൗകര്യത്തോടുള്ള പഠനം എനിക്ക് എൻ്റെ ഡ്രീം ജോബ് നേടിത്തന്നു. ഈ ഫേമിന്റെ ഇലക്ട്രോണിക് ഡിപ്പാർട്ട്മെന്റ് ഹെഡാണ് ഞാൻ. അതിനെ എന്നെ പ്രാപ്തമാക്കിയത് ആംപിയറാണ്. സമൂഹത്തിൽ മാന്യതയുള്ളൊരു തൊഴിൽ അതെല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. ഇന്ന് ഞാനൊരു ഇലക്ട്രിക്കൽ എഞ്ചിനീയറാണ്. അതിനെ പ്രാപ്തനാക്കിയത് ആംപിയർ ITI ആണ്. എനിക്ക് മാത്രമല്ല, ഒരുപാട് പേർക്ക് വിദേശത്ത് ജോലി നേടിത്തന്നത് ആംപിയർ ITI ആണ്. 100% ജോലി സാധ്യതയുള്ള സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് അപ്രൂവ്ഡ് കോഴ്സുകൾ. ആംപിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് പ്രൈവറ്റ് ITI, ന്യൂ ബസ് സ്റ്റാൻഡ്, പയ്യന്നൂർ.